ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഹാപ്പിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ തിരുവോണ ദിവസമായിട്ട് എന്തൊക്കെ ചെയ്തു എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ തലേന്ന് ലുലു മോളിൽ നിന്ന് സാധനങ്ങൾ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും എൻ്റെ അമ്മയും രണ്ട് കുഞ്ഞു മക്കൾ മാത്രമേ ഇവിടെ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് പച്ചക്കറി കേട്ടോ വാങ്ങിയിട്ടുള്ള എല്ലാം കുഞ്ഞു ഇത്തിരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ വാങ്ങിയത്. അപ്പോൾ രാവിലെ തന്നെ ആണെങ്കിൽ മേഘം എണീറ്റ് ഇതെന്താന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ വന്ന് ഇരിപ്പുണ്ട് കേട്ടോ, ഇതെന്താന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അല്ലുട്ടനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ എടുത്തുകൊണ്ട് വന്ന് കിടത്തിയപ്പോഴത്തേനും അവനെ ഉറക്കച്ചടവൊക്കെ അങ്ങ് മാറി വരുന്നേ ഉള്ളൂ. അപ്പോൾ അവനാണെങ്കിൽ അവിടെ കിടന്ന് ഇങ്ങനെ നടു നീർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പുറത്തുനിന്ന് പോയി പാലൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. പക്ഷേ എനിക്ക് പശുമ്പാൽ കിട്ടിയില്ല കേട്ടോ, എരുമപ്പാലിലാണ് അപ്പോൾ നമ്മളിന്ന് പായസം വയ്ക്കുന്നത്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അത് കാണിക്കുന്നത്. പിന്നെ തൈര് നല്ല തൈരാണ് കേട്ടോ. പിന്നെ ഞാൻ ഡ്രസ്സൊക്കെ രാവിലെ തന്നെ ഞാൻ എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിരുന്നു കേട്ടോ, എണീറ്റ് കുളിപ്പിച്ച് മാറ്റിക്കാനൊക്കെ വേണ്ടിയിട്ട്. മോൾക്ക് പട്ടുപാവാടിയും അതിനനുസരിച്ചിട്ട് വളയും സംഭവങ്ങളൊക്കെ. മോന് പിന്നെ മുണ്ട് ഉണ്ടായിരുന്നില്ല, നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റിലൊരു മുണ്ട് സെറ്റപ്പ് ആക്കിയതാണ് കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പം നാളെ കാണുമ്പോൾ അവൻ ചോദിക്കില്ല എനിക്കൊന്നും ഉണ്ടായിരുന്നില്ലേ എന്ന്. അപ്പോൾ നമ്മളങ്ങനെ ഓണക്കോഴി നമ്മൾ വേറെ സെപ്പറേറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ രാവിലെ തന്നെ ഇഡ്ഡലി കഴിച്ചു, അതിൻ്റെ കൂടെ ചായയാണ് കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇഡ്ഡലി ആകുമ്പോൾ സാമ്പാറും കൂടെ ആകുമ്പോൾ സാമ്പാർ നമുക്കിനി വേറെ വെക്കേണ്ടല്ലോ, അപ്പോൾ വെക്കൽ കഴിഞ്ഞല്ലോ അതുകൊണ്ട്. പിന്നെ നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് പുറത്തോട്ട് പോയി. പുറത്തോട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ വീടിൻ്റെ ജസ്റ്റ് പുറത്ത് തന്നെ കേട്ടോ. അവിടെ പോയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ. അപ്പോൾ അമ്മയും പിന്നെ കുട്ടികളുടെയും ഫോട്ടോസ് മാത്രമേ ഞാൻ എടുത്തുള്ളൂ. എൻ്റെ ഫോട്ടോ ഞാനപ്പോൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടോ മോളുടെ കൂടെ. മോളാണെന്നുണ്ടെങ്കിൽ കറങ്ങി നടപ്പാണ്. പുറത്തെത്തിയപ്പോഴത്തേനും അവൾക്ക് ഭയങ്കര സന്തോഷം. ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് പട്ടുപാവാട ഇട്ടപ്പം പൊക്കി പിടിച്ച് വെള്ളപ്പൊക്കത്തിൽ നിൽക്കുന്ന പോലെയൊക്കെ ആശാത്തി നിൽക്കുന്നു. പക്ഷെ അവൾക്ക് പട്ടുപാവാട ഇടാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മോനാണെങ്കിൽ എന്തോ ഒന്നും അറിയില്ലല്ലോ അവന് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അറിയില്ലല്ലോ എന്താ സംഭവം എന്നൊക്കെ. എന്നാലും അവനും ഭയങ്കര ഹാപ്പി തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ ഇവിടെ ഇടുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ആണ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയത് അകത്തോട്ട്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ വിളമ്പി സെറ്റാക്കി രണ്ടുപേരെ ഇരുത്തിയിട്ടോ. അപ്പോൾ അവന് ഇതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. അവൻ കായ വറുത്തതൊക്കെ പെറുക്കി വായിലിടാനൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ അമ്മ നോക്കുന്നുണ്ട്. അവളാണെങ്കിൽ ഫുഡ് കഴിക്കലൊക്കെ തുടങ്ങി. പിന്നെ നമ്മൾ ഫോട്ടോ ഒക്കെ എടുക്കൽ, വീഡിയോസൊക്കെ എടുക്കൽ കഴിഞ്ഞിട്ട് ഒരുമിച്ചിരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ആദ്യം ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ കേട്ടോ ചെയ്തത്. ഇങ്ങനെ മേക്കു നല്ലോണം ഫുഡ് കഴിച്ചു കേട്ടോ. അവൾക്ക് സദ്യ ഭയങ്കര ഇഷ്ടമാണ്. അവൾ നല്ലോണം ഫുഡ് കഴിച്ചു. പിന്നെ അല്ലുട്ടനും അതെ, അവന് പായസം ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമുക്ക് പായസം അധികം കൊടുക്കാൻ പറ്റില്ല. ഒന്നാമത്തെ കാര്യം ചെറിയ കുട്ടികൾക്ക് നമുക്ക് ഉപ്പും അധികം കൊടുക്കാൻ പറ്റില്ല, മധുരവും നമുക്ക് കൊടുക്കാൻ പാടില്ല, പഞ്ചസാര കൊടുക്കാൻ പാടില്ലല്ലോ. അപ്പോൾ നമ്മൾ കുറച്ച് അവന് രസം അറിയാൻ വേണ്ടി മാത്രം ഒന്ന് തൊട്ട് കൊടുത്തു എന്നല്ലാതെ. കാരണം അവനിതൊക്കെ കാണുമ്പോഴത്തേനും ആകെ പിന്നെ ഫുഡ് കഴിച്ചു തുടങ്ങിയല്ലോ, അപ്പോൾ ആ ഒരു ഇതുകൊണ്ട് നമ്മൾ കൊടുത്തു എന്ന് മാത്രം. പിന്നെ അവന് കൊടുക്കുന്ന ഫുഡ് തന്നെ നമ്മൾ പഴവും അങ്ങനെ എന്താ പറയുക പൊടികളൊക്കെ തന്നെയാണ് അവന് കൊടുത്തത്. അവനാണെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിട്ട് പിന്നെ കഴിക്കുകയൊക്കെ ചെയ്തിട്ട്. അവൾ അതേ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും വയ്യ. അവൾ എന്നോട് പറയാണ് മമ്മജി എനിക്ക് കുനിയാൻ വയ്യാന്ന് പറഞ്ഞിട്ടോ. ഞാനാണെങ്കിൽ അപ്പോഴത്തേനും പായസത്തിൽ പഴവും പപ്പടമൊക്കെ കുഴച്ച് കഴിക്കാൻ തുടങ്ങി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പായസം. ഞാൻ ആദ്യമായിട്ടാണ് ഇരുമ്പപ്പാലിൽ പായസം കഴിക്കുന്നത്, പക്ഷെ കൊള്ളാം, കിടുമായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ എൻ്റെ ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് ലുലു മോളിൽ പോയി. അവിടെ പോയിട്ട് പിന്നെ ഞങ്ങൾ വൈകുന്നേരത്തെ ഫുഡൊക്കെ കഴിച്ച് ആലുട്ടിക്ക കഴിച്ചു കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ആലുട്ടിക്ക കഴിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതൊരു മധുരവും ഉരുളൻകിഴങ്ങൊക്കെ ചേർന്ന തൈരൊക്കെ ചേർന്ന ഒരു ടൈപ്പ് സംഭവമാണ്, കിടു സംഭവം. പിന്നെ ഒരു ചിക്കൻ പറാന്ത റോളാണ് കഴിച്ചത്, അതും കൊള്ളായിരുന്നു കേട്ടോ. അത് രണ്ടും നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ മാവേലി, നാട്ടിൽ നിന്ന് വന്നിട്ടുള്ള മാവേലിയാണ് കേട്ടോ. മാവേലി അതേപോലെ മാവേലിയുടെ ടീം ഫുള്ളായിട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം പോയി അവിടെ വീഡിയോ ഒക്കെ എടുത്തിട്ടോ. മാവേലി പിന്നെ അതിൻ്റെ പുറകിൽ പിന്നെ മോഹിനിയാട്ടത്തിൻ്റെ ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ കളരിപ്പയറ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ പുലിക്കളി. ഇത്രയാണ് ആ ഒരു റാലി പോലെയാണ് അവർ വരുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ഫുള്ള് അവർ പിന്നെ 3 ഫ്ലോർ കയറി ഇറങ്ങിയതിന് ശേഷം താഴെ സ്റ്റേജൊക്കെ ഉണ്ടായിരുന്നു. അവിടെ അവരുടെ ഡാൻസും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇവർ ഈ കയറി ഇറങ്ങുന്ന സമയം കൊണ്ട് നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് ബാക്കി ലുലു മോളിലൊക്കെ ഒന്ന് കറങ്ങി നമ്മൾ താഴെ പോയി പിന്നെ അവരുടെ ഡാൻസ് കാണുക കേട്ടോ ചെയ്തത്. അപ്പോൾ എല്ലാം നമ്മുടെ മലയാളി ചേട്ടന്മാർ തന്നെയാണ് കേട്ടോ. നമുക്ക് ഫേസ് കണ്ടാൽ തന്നെ അറിയാം. പിന്നെ ഉത്തർപ്രദേശിൽ നമുക്ക് ഇത്രയെങ്കിലും നന്നായിട്ട് ഓണം ആഘോഷിക്കാൻ പറ്റുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. നമ്മുടെ ലുലു മോളൊക്കെ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു ഫംഗ്ഷനൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത്. അല്ലെങ്കിൽ മലയാളീസ് ഇല്ലാതെ നമ്മൾ മലയാളീസ് ഉള്ളിടത്ത് മാത്രമേ നമുക്ക് ഓണം ആഘോഷിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമുക്ക് ഒറ്റയ്ക്കാണെങ്കിലും നമുക്ക് ആ ഒരു വൈബ് കിട്ടിയത് ലുലു മോളുള്ള കാരണം കൊണ്ടാണ് കേട്ടോ. അപ്പോൾ അവിടെ പോയി നമ്മൾ നന്നായി ആഘോഷിച്ച് പിന്നെ നമ്മൾ തിരിച്ചിറങ്ങിയപ്പോഴത്തേനും ഇവരുടെ ഡാൻസ് സ്റ്റാർട്ട് ചെയ്ത് ഫുള്ള് നിറച്ച ആൾക്കാരായിരുന്നു കേട്ടോ. എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്ന ഒരു രീതിയിലൊന്നും അല്ല ഉണ്ടായിരുന്നത്. എന്നാലും ഞാൻ 2 പിള്ളേരെയും അമ്മയുടെ അടുത്ത് കൊടുത്തിട്ട് ഞാൻ പോയിട്ട് അവരുടെ കുറച്ച് ഡാൻസിൻ്റെ വീഡിയോസൊക്കെ എടുത്തിട്ടോ. അപ്പോഴത്തേനും സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ വിചാരിച്ചു എനിക്ക് ഈ ഓണം ആകെ പോയി, കാരണം ഹസ്ബൻഡ് ഇവിടെ ഇല്ല, അപ്പോൾ നമുക്ക് ആഘോഷിക്കാൻ പറ്റില്ല എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അടിച്ച് പൊളിച്ചിട്ട് തന്നെയാണ് ഈ ഓണം കടന്നു പോയത് കേട്ടോ.
അപ്പോൾ എനിക്കൊരു ഓണം ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളൊരു വിഷമമൊന്നും ഉണ്ടായില്ല. കുട്ടികളും മേക്കും എന്നെ ഹാപ്പി ആയിരുന്നു, അമ്മയും ഹാപ്പി ആയിരുന്നു. കാരണം അമ്മ ഈ നാട്ടിലല്ലാത്ത എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. കാരണം അമ്മയൊക്കെ ഓണം എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര ഒരു സ്പെഷ്യലാണ്. നമ്മൾ ക്രിസ്മസോ അല്ലെങ്കിൽ പെരുന്നാളോ ഒക്കെ ആഘോഷിക്കുന്നതിനേക്കാൾ കൂടുതൽ വീട്ടിലൊക്കെ എൻ്റെ വീട്ടിലൊക്കെ ആഘോഷിക്കുന്ന ഒരു സംഭവമാണ് ഓണം എന്ന് പറയുന്നത്. ഞങ്ങൾക്ക് ഓണത്തിനാണ് ഈവൻ ഡ്രസ്സ് പോലും എടുക്കുക ചെറുപ്പം മുതൽ. അപ്പോൾ അത്രയും നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നൊരു സംഭവം അമ്മയ്ക്ക് എനിക്ക് അങ്ങനെ ആ ഒരു വൈബ് കൊടുക്കാൻ പറ്റില്ലേ എന്നുള്ളൊരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നും സംഭവിച്ചില്ല, എല്ലാം സെറ്റപ്പായിട്ട് തന്നെ ഉണ്ടായിരുന്നു. അമ്മയും ഹാപ്പി ആയിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ പോയി എല്ലാം കണ്ട് നമ്മൾ തിരിച്ചു വന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു തിരുവോണ ദിവസം എൻ്റെ വീട്ടിലുണ്ടായിരുന്ന അല്ലെങ്കിൽ ഞങ്ങൾ ആഘോഷിച്ചത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. കീപ്പ് വാച്ചിങ്. ബൈ ബൈ.